S-400 ദീർഘദൂര മിസൈൽ സുഹോയ് 30 വിമാന എഞ്ചിൻ ഉൾപ്പെടെ 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഈ ഇടപാടിന് അംഗീകാരം നൽകിയത്. ഈ യോഗത്തിൽ കരസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കായി അത്യാധുനിക ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും വാങ്ങാൻ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റിക്ക് അംഗീകാരം നൽകുകയുണ്ടായി. കരസേനയ്ക്കായി അംഗീകാരം ലഭിച്ച പ്രധാന സംവിധാനങ്ങൾ: തത്സമയ വ്യോമ പ്രതിരോധ നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും എയർ ഡിഫൻസ് ട്രാക്ക്ഡ് സിസ്റ്റം, സുരക്ഷിതവും വിശ്വസനീയവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ഹൈ കപ്പാസിറ്റി റേഡിയോ റിലേ, ദീർഘദൂര പീരങ്കി ആക്രമണശേഷിയും കൃത്യതയും വർദ്ധിപ്പിക്കാൻ ധനുഷ് ഗൺ സിസ്റ്റം. ഇവ കൂടാതെ ടാങ്ക് ഉൾപ്പെടെയുള്ള കവചിത വാഹനങ്ങളെ ആക്രമിക്കാനുള്ള ആർമേഡ് പിയേഴ്സിംഗ് ടാങ്ക് വെടിക്കോപ്പുകളും റൺവേ ആവശ്യമില്ലാത്ത ഏരിയൽ സർവേലൻസ് സിസ്റ്റത്തിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. വ്യോമസേനയ്ക്കായി അംഗീകാരം ലഭിച്ച പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ: കാലപ്പഴക്കം ചെന്ന AN-32, IL-76 വിമാനങ്ങൾക്ക് പകരമായി മീഡിയം ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, റഷ്യൻ നിർമ്മിത ദീർഘദൂര സർഫേസ് ടു എയർ മിസൈലുകളായ S-400 മിസൈൽ സംവിധാനം, രഹസ്യ നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന റിമോട്ട് നിയന്ത്രിത സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകൾ, വിമാനങ്ങളുടെ സേവന കാലാവധി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സുഹോയ് വിമാനങ്ങളുടെ എഞ്ചിൻ നവീകരണത്തിനും തീരുമാനമായിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിനും സമുദ്ര സുരക്ഷയ്ക്കും അംഗീകാരം ലഭിച്ച സംവിധാനങ്ങൾ: ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഹെവി ഡ്യൂട്ടി എയർ കുഷ്യൻ വെഹിക്കിളുകൾക്ക് അംഗീകാരം നൽകി. അതിവേഗ പെട്രോളിംഗ്, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ലോജിസ്റ്റിക് എന്നിവയ്ക്ക് ഇവ കരുത്തേകും. വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ സായുധ സേനയെ ആധുനികവൽക്കരിക്കാനും തദ്ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും പുതിയ ഡീൽ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.